അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ ആദരണീയരായ സഹോദരങ്ങളെ, നമ്മൾ ഇസ്ലാം ദീൻ എന്താണ് എന്നതിനെ പറ്റിയുള്ള ഉസൂലുൽ ഈമാൻ എന്ന അഖീദ ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിലുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആമുഖത്തിൻ്റെ അവസാനത്തിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുകയാണ്, വദ്ദീനുൽ ഇസ്ലാമിയു, ഇസ്ലാം മതം എന്നാൽ അഖീദത്തുൻ വ ശരിയ, അത് വിശ്വാസപരമായ കാര്യങ്ങളും അതുപോലെ തന്നെ മതവിധികളുമാണ്. ശരീഅത്തും അഖീദയുമാണ് ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ. ഫഹുവ കാമിലുൻ ഫി അഖീദതിഹി വ ശരീഅതിഹി, അഖീദയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ശരീഅത്തിൻ്റെ വിഷയത്തിലും ഇസ്ലാം പൂർണ്ണമാണ്. ഇസ്ലാമിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഇനി നമ്മളായിട്ട് എന്തെങ്കിലും റിസർച്ച് ചെയ്തിട്ട് കൂട്ടാനായിട്ടൊന്നുമില്ല. ഇസ്ലാമിൻ്റെ കർമ്മപരമായ കാര്യങ്ങളിൽ, അതിൻ്റെ മതവിധികളിൽ, അതിൻ്റെ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, അതിൻ്റെയൊക്കെ രൂപം, രീതികൾ, ഇങ്ങനത്തെ വിഷയങ്ങളിലൊന്നും ഇനി പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരേണ്ടെന്ന് ആവശ്യമില്ല. കാരണം ഇസ്ലാം അത് പൂർണ്ണമാണ്, അത് പൂർത്തിയായതാണ്, നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. എന്നിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് അദ്ദേഹം പറയണത്, യഅ്മുറു ബി തൗഹീദില്ലാഹി തആല വയൻഹാ അനി ശിർക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന് നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. ആരാധനകളിൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്നത് നമ്മളോട് കൽപ്പിക്കുന്നു. അതുപോലെ തന്നെ ഷിർക്കിനെ നമ്മളിൽ നിന്ന് വിരോധിക്കുകയും ചെയ്യുന്നു. യഅ്മുറു ബിസ്സിദ്ഖി വയൻഹാ അനിൽ കദിബി. അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സത്യസന്ധരാകുവാൻ കൽപ്പിക്കുന്നു. അതോടൊപ്പം കളവ് പറയുന്നതിനെ വിരോധിക്കുകയും ചെയ്യുന്നു. അഖീദാപരമായ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം പറയുവാൻ, അതുപോലെ തന്നെ കളവ് ഉപേക്ഷിക്കുവാൻ എല്ലാം കൽപ്പിക്കുന്നുണ്ട്. യഅ്മുറു ബിൽ അദ്ലി വയൻഹാ അനിൽ ജൗരി. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതി പാലിക്കുവാനും നീതിയോട് എതിരാകുന്ന അനീതിയുടെ ഭാഗങ്ങളിൽ നിന്ന് നമ്മളെ വിലക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇസ്ലാം എല്ലാ നല്ല കാര്യങ്ങളും നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്, എല്ലാ മോശപ്പെട്ട കാര്യങ്ങളും നമ്മളോട് വിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല അൽ അദ്ൽ, നീതി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ വിശദീകരിക്കുകയാണ്. ഹുവൽ മുസാവാതു ബൈനൽ മുതശാബിഹാത്തി. ഈ സാമ്യതയുള്ള കാര്യങ്ങളിൽ പിന്നെ ഇസ്ലാം എന്തെയാണ്, നമുക്ക് സമത്വം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വത്തഫ്രീഖു ബൈനൽ മുഖ്തലിഫാത്തി, ഭിന്നമായ കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അതിനെ വേറിട്ട് കാണുവാനുമാണ് നമ്മളോട് കൽപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഇസ്ലാം സമത്വത്തെ നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. സമത്വം കൽപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയും. സ്ത്രീയും പുരുഷനും എല്ലാ നിലക്കും തുല്യരാവോ? ഇല്ലല്ലോ. വേറിട്ട് നിൽക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. ആ വേറിട്ട് നിൽക്കുന്ന കാര്യങ്ങളിൽ ഇസ്ലാമിൻ്റെ നീതി എന്ന് പറയുന്നത് അതിനെ ആ രീതിയിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മീറാസ്, അനന്തര സ്വത്തിൻ്റെ വിഷയം, പുരുഷന്റെ പാതിയാണ് സ്ത്രീക്ക്. അപ്പോൾ ഒരാൾ പറയാണ് ഇസ്ലാം സമത്വമാണ്, അതുകൊണ്ട് തന്നെ പുരുഷന് എത്ര ഓഹരിയാണ് കിട്ടുന്നത് അതെന്നെ സ്ത്രീക്കും കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിയാവോ? അല്ല. ഇസ്ലാം ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്. ഇസ്ലാം സമത്വത്തിന്റെ മതമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ രംഗത്തും ഇസ്ലാം അതിനെ തുല്യമായി കാണുന്നു എന്ന് പറയാൻ പറ്റൂല. അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നുണ്ട്. വലൈസൽ അദ്ലു, ഇസ്ലാമിലെ നീതി എന്ന് പറഞ്ഞാൽ അൽ മുസാവാത്ത് അൽ മുത്ലഖ, നിരുപാധികമായ സമത്വം എന്നല്ല. കമാ യൻതിഖു ബിഹി ബഅദുൻ നാസി, ജനങ്ങളിൽ ചില ആളുകൾ പറയുന്നത് പോലെ. അവർ പറഞ്ഞത് എന്താ? യഖൂൽ ദീനുൽ ഇസ്ലാമി ദീനുൽ മുസാവ. അവർ പറയണത് ഇസ്ലാം സമത്വത്തിന്റെ മതമാണ്. വബുത്ലാനുഹു, അദ്ദേഹം പറയണം ഇവർ കൊണ്ടുവരുന്ന ഈ ആർഗ്യുമെന്റിന്റെ വ്യർത്ഥത എന്ന് പറയുന്നത്
പിന്നെ ഫഇന്നൽ മുസാവാത ബൈനൽ മുഖ്തലിഫാതി ജൗറുൻ, ഈ വ്യത്യസ്തമായ വിഷയങ്ങളിൽ, ഭിന്നതയുള്ള വിഷയങ്ങളിൽ അതിൽ സമത്വത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പം സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ് എന്ന് പറഞ്ഞിട്ട് അവർ പറയാണ് പിന്നെ പുരുഷന് കൊടുക്കണം അനന്തര സ്വത്ത് തന്നെ സ്ത്രീക്കും കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ജൗറാണ്, അത് അനീതിയാണ്. കാരണം എന്താ, ഇസ്ലാം പുരുഷന്റെ മേലെ പിന്നെ സാമ്പത്തികമായ ഉത്തരവാദിത്വം പുരുഷനാണ്. അതുകൊണ്ട് തന്നെ പുരുഷന് ചെലവഴിക്കേണ്ടതുണ്ട്, കുടുംബത്തിന്റെ കാര്യം നോക്കേണ്ടതുണ്ട്, സ്ത്രീക്ക് അതില്ല. എന്നാൽ ഈ നിലപാട് വെച്ച ഇസ്ലാം പിന്നെ ഈ നിലപാടിനൊപ്പം തന്നെ ആളുകൾ പറയാണ് പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ഓഹരി കൊടുക്കണം സ്വത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പുരുഷനോട് അന്യായം സംഭവിക്കുന്നുണ്ട്. കാരണം സാമ്പത്തികമായ കാര്യത്തിലുള്ള ഉത്തരവാദിത്തമുള്ളത് പുരുഷനാണ്. ലാ യഅ്മുറു ബിഹിൽ ഇസ്ലാമു വലാ യുഹ്മദു ഫാഇലുഹു. ഇസ്ലാം ഇങ്ങനെയൊരു സമത്വത്തെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സമത്വത്തെ ആരെങ്കിലും കൊണ്ടുവരാണെങ്കിൽ അത് പ്രശംസിക്കപ്പെടേണ്ടുന്ന കാര്യമല്ല. ഇത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടതാണ്. ചില ആളുകളൊക്കെ ഉണ്ട് കേരളത്തിൽ ഇസ്ലാമിനെ പുതിയതായിട്ട് അവതരിപ്പിക്കാൻ, പുതിയ AI യുഗത്തിൽ ഇസ്ലാമിനെ വെറൈറ്റി ആയിട്ട് അവതരിപ്പിക്കാനൊക്കെ നോക്കുന്ന ചില ആളുകളുണ്ട്. ഇല്ല, ഇസ്ലാമിന് സ്ത്രീപക്ഷ വായന, ഇസ്ലാമിന് പുരുഷപക്ഷ വായന, ഇസ്ലാമിന് ഫെമിനിസ്റ്റ് വായന അങ്ങനെയൊന്നുമില്ല. അങ്ങനെ വെറൈറ്റികൾ കൊണ്ടുവരാൻ ആരും ശ്രമിക്കേണ്ടതില്ല. ഇസ്ലാം എന്താണ് എന്നത് വളരെ പ്രകടമാണ്. ഇപ്പൊ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഫെമിനിസ്റ്റുകളൊക്കെ. ഈ സ്ത്രീപക്ഷ ആളുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ അവര് പിന്നെ ഈ ലിംഗനീതി എന്നൊക്കെ പറഞ്ഞിട്ട് പുരുഷനും സ്ത്രീയും ഒരുപോലെയാണ് എന്ന നിലപാടിലൊക്കെ വരുന്നുണ്ട്. അല്ല, ഇസ്ലാമിന്റെ നിലപാട് അങ്ങനെയല്ല. വലൈസ ദക്കറു കൽ ഉൻസ, ആണ് പെണ്ണിനെ പോലെയല്ല, പെണ്ണ് ആണിനെ പോലെയല്ല. തീർച്ചയായിട്ടും അങ്ങനെയാണ്. പുരുഷനെ പുരുഷനാക്കുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ്, സ്ത്രീയെ സ്ത്രീയാക്കുന്നത് എസ്ട്രജൻ ആണ്. ഹോർമോണിൽ തന്നെ വ്യത്യാസമുണ്ട്. ചിന്താരീതിയിൽ, ശാരീരികമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം പുരുഷനും സ്ത്രീയും വ്യത്യാസപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ പുരുഷനും സ്ത്രീയും നീതിയിൽ തുല്യരാണ്, പെരുമാറ്റത്തിന്റെ രീതിയിൽ തുല്യരാണ്. പുരുഷനോടും സ്ത്രീയോടും മാന്യമായിട്ട് പെരുമാറണം, അതിൽ തുല്യതയുണ്ട്. പ്രതിഫലത്തിൽ തുല്യരാണ്. പ്രതിഫലത്തിൽ തുല്യരെന്ന് പറഞ്ഞാല് പിന്നെ അള്ളാഹുവിന്റെ അടുക്കൽ മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ വ ഉൻസ ഫഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ. ആണായാലും പെണ്ണായാലും നിസ്കരിച്ചാൽ ഒരേ കൂലിയാണ്. ആണിന് പ്രത്യേകം കൂടുതൽ കൂലി, അതുപോലെ തന്നെ സ്ത്രീക്ക് കൂലി കുറവ്, അങ്ങനെയൊന്നുമില്ല. ഇസ്ലാമിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തുല്യതയുള്ള രംഗത്തെല്ലാം ഇസ്ലാം അതിന്റെ തുല്യത തന്നെ കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ശാരീരികമായി മറ്റു കാര്യങ്ങളിലൊക്കെ സ്ത്രീക്കുള്ള സവിശേഷത, പുരുഷനുള്ള സവിശേഷത അത് ഇസ്ലാം പരിഗണിക്കുന്നുണ്ട്. എത്രത്തോളം പറഞ്ഞാൽ പുരുഷൻ അധ്വാനിക്കണം, പുരുഷന് നിർബന്ധമായിട്ടും അധ്വാനിച്ച് കുടുംബം പോറ്റണം, അല്ലെങ്കിൽ അവന് കുറ്റം കിട്ടും. സ്ത്രീക്ക് അത് കിട്ടൂല. നമ്മൾ പറയാണ് പുരുഷനും സ്ത്രീയൊക്കെ തുല്യരാണ്, പിന്നെ സ്ത്രീയും പുരുഷനെ പോലെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ അത് സ്ത്രീയോട് ചെയ്യുന്ന, അവളുടെ സ്ത്രീത്വത്തോട് ചെയ്യുന്ന, അവളുടെ പ്രകൃതിയോട് ചെയ്യുന്ന അന്യായമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ പിന്നെ മറ്റു കാര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ പുരുഷനും സ്ത്രീയും അവരുടെ പ്രകൃതി പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാം സമത്വമുള്ള മേഖലകളും വേർതിരിവുള്ള മേഖലകളെയൊക്കെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരാൾ പറയാണ് സ്ത്രീയും പുരുഷനൊക്കെ തുല്യരാണ് എന്ന് പറഞ്ഞിട്ട് ഒരേ രീതിയിൽ ഇതിനൊക്കെ നടപ്പാക്കുന്ന ഒരു രീതി ഉണ്ടായാൽ ഒരു പക്ഷത്തോട് ചെയ്യുന്ന അന്യായമായിരിക്കും. അപ്പോ പിന്നെ സമത്വം പറയുന്ന രംഗത്ത് നീതി എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും സമത്വമുള്ള മേഖലകളിൽ അതിനെ സമത്വത്തിൽ കാണുക, വിയോജിപ്പുള്ള കാര്യങ്ങളെ വിയോജിപ്പോടുകൂടി, വേർതിരിവുള്ള കാര്യങ്ങളെ വേർതിരിവോടുകൂടി അംഗീകരിക്കുക. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നീതി എന്ന് അദ്ദേഹം നമ്മളോട് പറയാണ്. പിന്നെ നാലാമതായിട്ട് അദ്ദേഹം വീണ്ടും പറയാണ് യഅ്മുറു ബിൽ അമാന. ഇസ്ലാം വിശ്വസ്തതയെ കൽപ്പിക്കുന്നുണ്ട്. വയൻഹാ അനിൽ ഖിയാന, വഞ്ചനയെ വിരോധിക്കുന്നുണ്ട്. യഅ്മുറു ബിൽ വഫാഇ വയൻഹാ അനിൽ ഗദർ, ഒരു കരാറ് പൂർത്തീകരണം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്, വഞ്ചനയെ ഇസ്ലാം വിരോധിക്കുന്നുണ്ട്. യഅ്മുറു ബിർറൽ വാലിദൈൻ, മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. വയൻഹാ അനിൽ ഉഖൂഖ്, മാതാപിതാക്കളോട് അനീതി ചെയ്യുന്നത്, അവരോട് അനുസരണക്കേട് കാണിക്കുന്നതിനെ ഗൗരവമായി വിലക്കുന്നുണ്ട്. ഇതെല്ലാ കാലഘട്ടത്തിലും ഇസ്ലാം വന്നത് മുതൽ, ആദം അലൈഹിസ്സലാം മുതൽ ഈ ശരീഅത്ത് പഠിപ്പിക്കപ്പെട്ടപ്പോഴൊക്കെ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നന്മയാണ്, അതിനെതിരാകൽ തിന്മയുമാണ്. അതുപോലെ തന്നെ യഅ്മുറു ബിസിലത്തിൽ അർഹാമി, കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി, രക്തബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. വഹുമുൽ അഖാരിബ്, രക്തബന്ധം എന്ന് പറഞ്ഞാൽ നമ്മളോട് ജന്മം കൊണ്ട് ഏറ്റവും അടുത്തു നിൽക്കുന്ന മാതാവ്, പിതാവ്, വല്യുപ്പ, വല്യമ്മ, എളാപ്പ, മൂത്താപ്പ, അങ്ങനെയൊക്കെ തുടങ്ങിയ നമ്മളോടുള്ള ബ്ലഡ് റിലേഷൻ ഉള്ള ആളുകൾ. അതുപോലെ തന്നെ വയൻഹാ അനിൽ ഖതിഅ, കുടുംബബന്ധം അറുത്തുകളയുന്നത് ഇസ്ലാം ഗൗരവമായി വിരോധിക്കുന്നുണ്ട്.
യഅ്മുറു ബിഹുസ്നിൽ ജിവാർ, അയൽപക്ക ബന്ധം ഇസ്ലാം വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞതാണ്. മസാല ജിബ്രീലു യൂസീനി ബിൽ ജാരി ഹത്താ ദനന്തു അന്നഹു സയുവരിസു. ജിബ്രീൽ അലൈഹിസ്സലാം എനിക്കിങ്ങനെ വഹി നൽകിക്കൊണ്ടേയിരുന്നു. ഞാൻ വിചാരിച്ചു പോയി, അയൽവാസിക്ക് എൻ്റെ അനന്തര സ്വത്തിൽ അവകാശമുണ്ട് എന്ന് പറയുമാറ് അള്ളാഹുവിന്റെ വഹി ജിബ്രീൽ മുഖേന എനിക്ക് വന്നുകൊണ്ടേയിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വിഷയമാണ്. അയൽവാസികളുമായിട്ടുള്ള, നമ്മളുടെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളുമായിട്ട് നല്ല നിലയിൽ പെരുമാറുക എന്നുള്ളത്. അവരോട് മോശമായ രീതിയിൽ പെരുമാറുന്നതിനെ ഇസ്ലാം വളരെ ഗൗരവമായ രീതിയിൽ വിരോധിക്കുന്നുണ്ട്. വഉമൂമുൽ ഖൗലി, ഈ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അന്നൽ ഇസ്ലാമ യഅ്മുറു ബികുല്ലി ഖുലുഖിൻ ഫാദിലിൻ, എല്ലാ ഉത്കൃഷ്ടമായ ശ്രേഷ്ഠമായ കാര്യങ്ങളും ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നു. വയൻഹാ അൻ കുല്ലി ഖുലുഖിൻ സാഫിലിൻ, എല്ലാ അധമമായ മോശമായ കാര്യങ്ങളും ഇസ്ലാം നമ്മളോട് വിലക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാമിന്റെ തനിമ, ഇതാണ് ഇസ്ലാമിന്റെ മനോഹാരിത. ഈ യുക്തിവാദികളും ലിബറലിസും ഒക്കെ വന്നിട്ട് അവരൊക്കെ ഭയങ്കര ബുദ്ധിന്റെ ആൾക്കാരാണല്ലോ, ഭയങ്കര വിവേകവും വിവരമുള്ള ആളുകളാണല്ലോ. എന്നിട്ട് അവർ കൊണ്ടുവരുന്ന ആർഗ്യുമെന്റ്സ് എന്താ? ഒരാൾ ചോദിക്കാണ്, മാതാവുമായിട്ട് ഒരു മകൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? അപ്പൊ യുക്തിവാദി ചിന്തിക്കാണ്, എന്താ വലിയ പ്രശ്നം? മാതാവിന് സമ്മതാണ്, ഈ മകനും സമ്മതാണെങ്കിൽ എന്താണ് അതിൽ പ്രശ്നം എന്ന രീതിയിൽ ആലോചിക്കുന്നവരാണ്. അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ, ഭൗതികമായ രീതിയിൽ മാത്രം, ജഡികമായ രീതിയിൽ മാത്രം കാര്യങ്ങളെ നോക്കിക്കാണുന്ന ആളുകൾ എത്ര വൃത്തികേടാണ്, എത്ര മോശമാണ്. അവർക്ക് നന്മകൾ കാണാൻ കഴിയൂല, ആളുകളെ സഹായിക്കുന്നതിന്റെ യുക്തി അവർക്ക് മനസ്സിലാവൂല. നമുക്ക് നമ്മളെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ, പണം ഉണ്ടാക്കുക ജീവിതത്തിന്റെ ലക്ഷ്യം. ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ ആളുകളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുക, നമ്മളുടെ ജീവിതം ഭദ്രമാക്കുക, നമ്മൾ നല്ല ഗവൺമെന്റ് ജോബ് നേടുക, നമ്മളുടെ സാമ്പത്തികമായ ഭദ്രത ഉണ്ടാക്കുക. കാരണം പണമില്ലാത്തവൻ പിണമാണ്. അതുകൊണ്ട് നമ്മളുടെ പണവും നമ്മളുടെ സാമ്പത്തികമായ കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആക്കുക. അയൽവക്കത്തുള്ളവൻ എന്തെങ്കിലും ആകട്ടെ, പരിസരത്തുള്ളവർ എന്തെങ്കിലും ആകട്ടെ, അതെന്തിനാ നമ്മൾ നോക്കണത്? എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ പോരെ, എൻ്റെ വീട്ടിൽ തിന്നാണ്ടോ എന്നുള്ളത് നോക്കിയാൽ പോരെ. അതല്ല ഇസ്ലാം പറയുന്നത്. ഇസ്ലാം ഒരുത്തന്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ അത് ഇല്ലാത്തവനെ പരിഗണിക്കുവാൻ വേണ്ടി പറയും. അതുപോലെ തന്നെ പ്രതിസന്ധികൾ ഉള്ളവനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ ഇസ്ലാം പറയും. ഇതാണ് ഇസ്ലാമിന്റെ മൂല്യം, ഇതാണ് യഥാർത്ഥ മതത്തിന്റെ മൂല്യം എന്ന് പറയുന്നത്. അപ്പോ ഇസ്ലാം എന്ന് പറയുന്നത് വയഅ്മുറു ബികുല്ലി അമലിൻ സ്വാലിഹിൻ, എല്ലാ നല്ല കാര്യങ്ങളും ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നു. വയൻഹാ അൻ കുല്ലി അമലിൻ സയ്യിഇൻ, എല്ലാ മോശമായ കാര്യങ്ങളും ഇസ്ലാം നമ്മളോട് വിരോധിക്കുന്നു. ഖാല അല്ലാഹു തആല ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇദുകും ലഅല്ലകും തദക്കറൂൻ. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു ആയത്ത് ചേർത്ത് വെക്കാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, അല്ലാഹു നമ്മളോട് നീതിയോടുകൂടി പെരുമാറുവാൻ വേണ്ടി കൽപ്പിക്കുന്നു. വൽ ഇഹ്സാൻ, നന്മ ചെയ്യുവാൻ വേണ്ടി കൽപ്പിക്കുന്നു. വഈതാഇ ദിൽ ഖുർബ, അടുത്ത കുടുംബക്കാർക്ക് നൽകുവാൻ നമ്മളോട് കൽപ്പിക്കുന്നു. വയൻഹാ അനിൽ ഫഹ്ശാഇ, മ്ലേച്ഛമായ കാര്യങ്ങളെ വിലക്കുന്നു. വൽ മുൻകരി, മുൻകറായ മോശപ്പെട്ട കാര്യങ്ങളെ വിലക്കുന്നു. വൽ ബഗി, അതിക്രമം കാണിക്കുന്നതിനെ, അതിരുകടന്നു പ്രവർത്തിക്കുന്നതിനെ ഇസ്ലാം വിലക്കുന്നു. യഇദുകും, അല്ലാഹു നിങ്ങൾക്ക് വഅദ് നൽകുകയാണ്, അല്ലാഹു നിങ്ങളോട് ഉപദേശിക്കുകയാണ്. അല്ലാഹു നമ്മളോട് അല്ലാഹുവിന്റെ ഉപദേശം നമ്മൾക്ക് പകർന്നു തരാണ്. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ആലോചിക്കുന്നവരായേക്കാം, നിങ്ങൾ ചിന്തിക്കുന്നവരായേക്കാം എന്ന ഖുർആനിലെ ഒരു മഹത്തരമായ ആയത്താണ് അദ്ദേഹം നമ്മളുടെ മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ മുഴുവൻ സംസാരിച്ചത് ഉസൂലുൽ ഈമാൻ എന്ന ഗ്രന്ഥത്തിലെ അതിൻ്റെ മുഖദ്ദിമയുടെ ഭാഗങ്ങളാണ്. അത് ഇന്നിവിടെ അവസാനിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇനി അതിൻ്റെ ഓരോ ചാപ്റ്ററുകളിലേക്ക് നമുക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മതപരമായ വിജ്ഞാനങ്ങൾ നേടാനും അറിയാനും അത് പകർന്നു കൊടുക്കാനൊക്കെയുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.